അംബേദ്കർ 35 സംഘത്തിൻ്റെ 10ാം വാർഷികം. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അത് ഞാൻ 2 കാര്യങ്ങളോട് പറയാം. ഞാൻ സംഘ രേഖപ്പെടുത്തലിൽ തന്നെയാണ് മുഖ്യമായി എടുക്കുന്നത്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ലേബർ യൂണിയൻ ഉണ്ടാക്കിയ ഒരു സംഘം സൃഷ്ടിച്ച വലിയ കുലപർവ്വതങ്ങളിലൊന്ന് ദത്തോപാൻ ഠേങ്ഡിജിയുടെ അംബേദ്കറെ സംബന്ധിച്ച് 3 പുസ്തകങ്ങൾ, 2 ചെറിയ പുസ്തകങ്ങളുണ്ട്, പിന്നെ നീണ്ട ബൃഹത്തായ ഒരു പുസ്തകമുണ്ട്. അത് മലയാളത്തിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ ഹിന്ദിയിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത്. അതിൽ നിന്നാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. പിന്നെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ്റെ, അതായത് അംബേദ്കറുടെ പാർട്ടിയായ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ്റെ അംബേദ്കറുടെ വലിയ അടുത്ത സഹകാരിയായിരുന്ന ബാലാ സാഹേബ് സലുങ്കി അംബേദ്കർക്കൊപ്പം നടന്നതാണ്. അംബേദ്കറുടെ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷനിന് അദ്ദേഹത്തിനൊപ്പം സഹകരിച്ചു. അദ്ദേഹത്തിന് സന്തത സഹചാരിയായിരുന്ന അദ്ദേഹം 57 മുതൽ 62 വരെ MP-യുമായിട്ടുണ്ട്. അതുകൂടെ പറയാം, MP-യുമായിട്ടുണ്ട്. ചെറിയ ആളല്ല, മഹാരാഷ്ട്രയിലെ വലിയ ദളിത് നേതാവായിരുന്നു. വലിയ ദളിത് നേതാവ്. വീണ്ടും ശ്രദ്ധയോടെ വെക്കണം. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളെല്ലാം, അതെല്ലാം കൂടെ വിസ്തൃതമായ ഡയറി കുറിപ്പുകളെല്ലാം ഉണ്ടായിരുന്നതാണ്. അതിലവിടെ അദ്ദേഹത്തിൻ്റെ മകൻ, എനിക്കത് കാശ്യപ് സലുങ്കി എന്ന് പറഞ്ഞ ആൾ 2008-ലോ 10-ലോ മറ്റോ മൈ സാഹ്യ, ആംചെ എന്ന് പറഞ്ഞാൽ മൈ മറാഠിയിൽ ഇറക്കിയിട്ട് അതിൻ്റെ ഹിന്ദി ഇംഗ്ലീഷും ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവരെ 2 പേരാണ് ഞാൻ മുഖ്യമായി ഉപജീവിച്ചിരിക്കുന്നത്. മുഖ്യമായി പിന്നെ ചില പത്രക്കുറിപ്പുകളും. അപ്പം ഞാൻ പറഞ്ഞത് ഇത് 2 തെളിവ്. ഇത് ഞാൻ പറയുന്നത് ഇപ്പം പറയാൻ സലുങ്കയുടെ പറയുമ്പോൾ ഞാൻ എടുത്തു പറയാം. ഇത് ദത്തോപാൻ ഠേങ്ഡിജിയുടെയാണ്. അതിൽ 35-ലെ മീറ്റിങ്ങിൽ 10ാം വർഷത്തിൽ പൂനെയിൽ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ശിക്ഷാവർഗ അതിൽ അദ്ദേഹം മുഖ്യാതിഥിയാണ്. 935 ഗാന്ധിജി 34 കാണുന്നു, 35 അംബേദ്കർ ഷാഹിയിൽ വരികയാണ്. അവിടെ വരുന്ന അദ്ദേഹത്തിന് ഈ ഗാന്ധിജി അത്ഭുതപ്പെടുകയാണ്. എങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല, എല്ലാം ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു. അതിൽ അദ്ദേഹം പ്രസംഗിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, പിരിഞ്ഞു. കൂടുതൽ അറിയില്ല. ഹാഡ്ഗേവാർ വിളിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. അത് അത്രയ്ക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് അത്ഭുതം ഉണ്ടായി, അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി. അദ്ദേഹം പതിതോദ്ധാരണത്തിൽ നടക്കുന്നു. അത് സമാന്തരം ഇങ്ങനൊരു കാര്യം നടക്കുന്നു, സന്തോഷം. അത് ഒരു മിലിറ്ററി ടൈപ്പ് ഓഫ് ഒരു മാനിഫെസ്റ്റേഷൻ അദ്ദേഹം ഇവിടെ കണ്ടത്. അദ്ദേഹത്തിന് സന്തോഷം തോന്നി. അദ്ദേഹം അത്തരം കാര്യങ്ങൾ പുറത്ത് കണ്ട് പരിചയിച്ചാളാണ്. അടുത്തത് 36-ൽ ഞാൻ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും അദ്ദേഹവും ഡോക്ടർ ജി തമ്മിൽ കണ്ടതിൻ്റെ രേഖകളുണ്ട്. ചുരുങ്ങിയത് 2 ഠേങ്ഡിജി എന്ന് വരുന്നത്, 1 സലുങ്കയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹചാരി ദളിത് ഫെഡറേഷനിൽ MP ആയിരുന്ന. രണ്ടാമത്തെ 36-ലാണ്. 36-ൽ നിങ്ങൾ ഇച്ചിരി കേൾക്കണം. അത് ഞാൻ പിന്നീട് എപ്പോഴും അത് വിസ്തൃതമായ ഒരു എപ്പിസോഡ്. ശരിക്കും ദേശീയവാദികൾ ഇത് പുറത്ത് ലോകത്തോട് വിസ്തൃതമായി പറയണ്ട. അവരത് പറയില്ല. അവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ അവർക്കതിൽ അത്തരം താല്പര്യങ്ങളില്ല. അവർ ചെയ്തതിനെപ്പറ്റി പറയുന്നതിന് വലിയ താല്പര്യങ്ങളുള്ളതല്ല. അത് നമ്മൾ മാനിക്കണം. ഞാനത് അങ്ങനെ ആ നേർക്കുന്നതിൻ്റെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പം 36-ൽ ഇത് വളരെ ചരിത്രപരമാണ്. അത് വേണമെങ്കിൽ അതൊരു തിയേറ്ററിക്കലായിട്ട് അവതരിപ്പിക്കാവുന്നതാണ്. 36-ൽ വീണ്ടും അത് സംഘശാഖ സന്ദർശിക്കുന്നു. 34 ഗാന്ധിജി, 35 അംബേദ്കറാണ് ബാക്കി പറയുന്നില്ല. 36-ൽ ഇതിലും വലുത് 525, 35-ലെ എൻ്റെ സംഖ്യ നമുക്ക് അറിയില്ല. 36-ൽ ഡോക്ടർ ജി വീണ്ടും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 36-ലെ പൂനെയിൽ നടക്കുന്ന സംഘശിക്ഷാവർഗം ബൃഹത്തായ സാധനമാണ്. 525 പേരെന്നാണ് ഠേങ്ഡിജി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 525 പേര്. അപ്പോൾ അദ്ദേഹം വരുന്നു, അദ്ദേഹം കാണുന്നു, കേൾക്കുന്നു, നല്ല സമയം ചെലവഴിക്കുന്നു, കുശിനിയിൽ പോകുന്നു, കബഡി കളിക്കുന്നു, കവാത്ത് കാണുന്നു, എല്ലാം ഒരുമിച്ച് ഒരുപോലെ. കുശിനി, ടോയ്ലറ്ററീസ്, എങ്ങും ഭേദങ്ങളില്ല, കക്കൂസ്, ഒന്നിലും ഒരു പ്രഭേദങ്ങളില്ല. അദ്ദേഹം അത്ഭുതപ്പെടുന്നു. അദ്ദേഹം നോക്കുമ്പോൾ, നിറം വെച്ച് നോക്കുമ്പം, ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ, മുദ്രകൾ വെച്ച്, ആന്ത്രപ്പോളജിക്കൽ നോക്കുമ്പം അദ്ദേഹം അറിയാം, അദ്ദേഹം ഒരു ആന്ത്രപ്പോളജിക്കൽ വിദഗ്ധനും കൂടെയാണല്ലോ. അപ്പം ആന്ത്രപ്പോമെട്രിക്കലൊക്കെ വിദഗ്ധനും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഹുവാസ് ശൂദ്രാസ് നോക്കിയാൽ അതറിയാം. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന് അത്ഭുതം. ഇതിൻ്റെ അകത്ത് നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ളവരുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം നോക്കുമ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മറിയുന്നു. അദ്ദേഹം ഡോക്ടറേജോട് ചോദിച്ചു, എനിക്കിത് അത്ഭുതമായിരിക്കുന്നല്ലോ, എൻ്റെ സംശയത്തിന് ചോദിക്കും, ഇതിൽ അസ്പൃശ്യരില്ലേ എന്ന് ഡോക്ടറേജോട് ചോദിക്കുക. 36-ൽ സംഘം തുടങ്ങി 11ാം വർഷമാണ്. 525 പേരാണ്. അതിൻ്റെ സാങ്കേതികത എനിക്കതിൽ ആ ഒരു എന്താ പറയുക, ഒരു മൈതാനം അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് സംഘത്തിൻ്റെ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇവിടെ അസ്പൃശ്യരില്ല. അദ്ദേഹത്തിന് അത്ഭുതം. ഡോക്ടർ ജി പറഞ്ഞ അസ്പൃശ്യരില്ല. ഇത് ഞാൻ ഇത്ര വിശദമായി പറയാം, ബാക്കിയൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്ന് കേൾക്കണം. അദ്ദേഹം പറഞ്ഞ അസ്പൃശ്യരില്ല. അപ്പം അംബേദ്കറിന് അത്ഭുതം. ഇവിടെ ഇങ്ങനെ നിറം കൊണ്ടും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു, അതെന്താ അങ്ങനെ? അപ്പോൾ ഡോക്ടർ ജി വിശദീകരിക്കുന്നുണ്ട്, ഇവിടെ അങ്ങനെ ഒരു സാധനം നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മുടെ ചിന്തയിൽ രാഷ്ട്രം അത്തരം നമ്മുടെ ഐഡിയൽസ്, ആശയങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ധ്യേയങ്ങൾ വ്യത്യസ്തമാണ്. നമ്മളതിനെ അങ്ങനെയാണ്, നമ്മുടെ സമരസതയുടെ പ്രത്യക്ഷപാതയിൽ കൂടെയാണ് പോകുന്നത്. നമ്മുടെ പ്രണാളി അതാണ്. അങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു.
അദ്ദേഹം തന്നെ അവരോട് ചോദിച്ചാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരോട് ചോദിക്കും, നിങ്ങൾ അസ്പൃശ്യരുണ്ടെങ്കിൽ മുമ്പോട്ട് വരുമെന്ന് പറഞ്ഞു. അവരൊരാളും അനങ്ങിയില്ല. അംബേദ്കർ അവരോട് ചോദിക്കണം, 525 പേര് നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് അറിയാം ഇതിൽ ധാരാളമുണ്ട്. പക്ഷേ അദ്ദേഹം മുഖതാവിൽ ചോദിച്ചു, അദ്ദേഹം വലിയ ആളാണ്, ചെറിയ ആൾ. അദ്ദേഹം ചോദിച്ചിട്ട് ഒരാൾ മുമ്പിലേക്ക് വന്നില്ല, ഒരാൾ പോലും മുമ്പിലോട്ട് വന്നില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും കൗതുകത്തോടെ, ചോദ്യഭാവത്തോട്, അത്ഭുതത്തോടെയും ഇതെന്തെന്നുള്ള നിലയ്ക്ക് ഡോക്ടർ ജിയെ വീണ്ടും കണ്ട് ചിരിഞ്ഞെന്ന് ചോദിക്കും, ഇതെന്താ ഇങ്ങനെ, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എനിക്കിത് പ്രത്യക്ഷത്തിൽ കാണാം, അങ്ങനെ തോന്നുന്നു ഇവരിൽ അത് അവർ അസ്പൃശ്യരെന്ന് പറയുന്നവരുണ്ട്. അന്നേരം ഡോക്ടർ ജി പറയുന്ന മറുപടിയാണ്, ഡോക്ടർ ജി പറഞ്ഞ നിർദ്ദേശമാണ്, അങ്ങൊരു കാര്യം ചെയ്തു, അങ്ങേക്ക് അത്ര നിർബന്ധമാണ്, അങ്ങ് ജാതിവാചകങ്ങൾ ഉപയോഗിച്ച് വിളിച്ചു നോക്കൂ. അസ്പൃശ്യം എന്ന് വിളിച്ചിട്ട് ഒരാളും വന്നില്ല. അദ്ദേഹം വിളിച്ചു, ഇതിലെ മഹറുകൾ എത്രയുണ്ട്, ചാമറുകൾ എത്രയുണ്ട്, മാങ്കുകൾ എത്രയുണ്ട്, ആരൊക്കെയുണ്ടെന്ന് മുമ്പോൾക്കൊരു 100-ലധികം ആൾക്കാർ അന്നേരം മുമ്പിലേക്ക് വന്നു. അതിൽ അസ്പൃശ്യരാരുമില്ല, ജാതി ചോദിച്ചപ്പോൾ അവർ വന്നു. ഇതായിരുന്നു സംഘം. 36 അത് എത്തിച്ചിരുന്നു സംഘം. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം അത്ഭുതത്തോടെ, സന്തോഷത്തോടെ പിരിഞ്ഞു. പക്ഷെ അദ്ദേഹം പോകുമ്പോൾ ഒരു സംശയമാണ്, ഇതൊരു സ്റ്റേജ്ഡ് സാധനമാണോ, ഞാനാണ് വരുന്നതെന്നറിയാം, ഞാനിതിൻ്റെ ആളാണെന്നറിയാം. അദ്ദേഹം അതുകൊണ്ട് അതിൻ്റെ പുറകെ നടന്നു. എനിക്ക് തൊട്ടടുത്ത വർഷം ഇത് പൂനെ ദപോളി അദ്ദേഹത്തിൻ്റെ സ്ഥലം, അവിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. തൊട്ടടുത്ത് 37 ദപോളിയിലാണെന്ന് പറയും ചിലർ. അതിൽ വേറെ ചില ഭാഷ്യത്തിൽ 37 കരാടിൽ അദ്ദേഹം പോയി എന്ന് പറയും. 37 അദ്ദേഹം അതിൽ ഡോക്ടർ ജി ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും വിജയദശമി പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളതായിട്ട് പറയുന്നത്. 2 സ്ഥലത്ത് വിജയദശമി പ്രസംഗം പറയുന്നുണ്ട്. കരാടാണ്, താപ്പോളിയാണെന്ന് പറയും. എന്തായാലും ഇത് അടുത്തടുത്ത സ്ഥലങ്ങളാണ്, എനിക്കറിയില്ല. കരാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും വരുന്നുണ്ട്. 37 കരാടിൽ വിജയദശമി പ്രസംഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിജയദശമി പ്രസംഗമാണ് സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വർഷത്തെ ഇതെന്ന് പറയുന്നത്. വിജയദശമി പദസഞ്ചലനവും വിജയദശമി പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിർണായകമാണ്. അപ്പം അതുകൊണ്ട് അതിൽ സംഘശാഖയിൽ വിജയദശമി പദസഞ്ചലനം കഴിഞ്ഞിട്ട് മഹാനായ അംബേദ്കർ പ്രസംഗിച്ചിട്ടുണ്ട്. കരാടാണ്, നമുക്കങ്ങനെ തീരുമാനിക്കാം, ആ കരാടാണെന്ന് കൂട്ടിക്കോളും. ഇതൊക്കെ ചിലപ്പോൾ അടുത്തടുത്ത സ്ഥലങ്ങളാവും. 37 ഇപ്പം മുടക്കമില്ലാതെ 35, 36, 37 3 ഇടത്ത് ഞാൻ പറഞ്ഞു. അടുത്തത് 38 എനിക്കൊന്നും അറിയില്ല, ഉണ്ടാകുമായിരിക്കാം. 39 ഗംഗാധർ ബാഗുൽ എന്ന് പറഞ്ഞാൽ 39 ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അത് പൂനെയിലാണ്, എൻ്റെ ഓർമ്മ ശരി, പൂനെയിലാണ്. വലിയ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ പങ്കെടുത്തൊരു ഗംഗാധർ ബാഗുൽ എന്തോ പറഞ്ഞൊരാൾ, ആ കാലത്തത് അദ്ദേഹം വളരെ സമീപകാലത്ത് അദ്ദേഹം മരിച്ചുപോയത്, വളരെ പ്രായത്തിൽ മരിച്ചു. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രേഖപ്പെടുത്തി പറഞ്ഞ വലിയ വിവാദമാക്കി, ദളിത് സംഘടനകൾ വലിയ വിവാദമാക്കിയിരുന്നു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. സലുങ്കയുടെ പുസ്തകം വലിയ ചർച്ചയിലേക്ക് വന്നു. ആ സലുങ്കയുടെ പുസ്തകം ഒരു ശേഷം ആ വിവാദത്തിന് മുമ്പ് ആരും അറിയാതെ മറാഠിയിൽ കിടക്കുകയായിരുന്നു. അതായത് ദളിത് ഫെഡറേഷന്, ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ്റെ അദ്ദേഹത്തിൻ്റെ നിത്യസഹചാരിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈകി കാലത്ത് നിത്യസഹചാരിയായിരുന്നു. പിന്നീട് പ്രശസ്തനായ MP ആയ ഈ നമ്മുടെ ഈ പറയുന്ന സലുങ്കെ, ആംചെ സാഹിബ് എന്നുള്ള പുസ്തകം എഴുതിയ സലുങ്കെ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ 39 ഇതേ സന്ദർശനം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രതാപ്ഗഡ് എന്ന് പറഞ്ഞൊരു വീട്ടിൽ, ഒരു ഗഡ്കരി, ബാബു സാഹിബ് ഗഡ്കരി എഴുതുന്ന വീട്ടിൽ ഞാൻ പൂജ്യ അംബേദ്കറോടൊപ്പം ഞാൻ ദളിത് സമുദായന്മാർ 2 ദളിത് സമുദായന്മാരെ എനിക്ക് ഒരുമിച്ച് കാണാനുള്ള യോഗം ഉണ്ടായി. ഞാൻ പൂജ്യ അംബേദ്കറോടൊപ്പം പൂജ്യ ഡോക്ടർ ഹെഡ്ഗേവർ, RSS സ്ഥാപകനായ പൂജ്യ ഡോക്ടർ ഹെഡ്ഗേവറിനെ 1939 മെയ് 12 അദ്ദേഹത്തിൻ്റെ ഡയറിക്കുറിപ്പാണ്. ഈ ഡയറിക്കുറിപ്പുകളുടെ ശേഖരമാണ് ഈ പുസ്തകം. അതുകൂടെ പറയാം, ഈ മകൻ ഈ ഡയറിക്കുറിപ്പുകളാണ് ശേഖരിച്ചിരിക്കുന്നത്. ഞാൻ 39 മെയ് 12 പൂജ്യ അംബേദ്കറോടൊപ്പം പൂജ്യ ഡോക്ടർ ജിയെ കണ്ടു. അവിടെ നിന്ന് ഒരു അഭ്യങ്കർ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളെ പൂനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹം വലിയ തരത്തിൽ പ്രസംഗിച്ചു. ഇതിൻ്റെ ഡിസിപ്ലിന്, അച്ചടക്കവും അസ്പൃശ്യതയില്ലായ്മയെ പറ്റി വലിയ സ്ഥലത്തിൽ ശ്ലാഘിച്ച് അംബേദ്കർ പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ അഫിനിറ്റിയെ പറ്റി, അദ്ദേഹത്തിന് ഇതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള അടുപ്പം ഇതിനോടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെ ഈ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ മറ്റ് പ്രസ്ഥാനമുണ്ട്, അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ളത്, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ബുദ്ധിയെ പറ്റി നമുക്കെല്ലാം അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചിട്ട് അംബേദ്കറുടെ സഹചാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 39 കഴിഞ്ഞു. 40 അന്നത്തെ കേസരി പത്രം, അവിടുത്തെ കേസരി പത്രം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അംബേദ്കർ കരാടിൽ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അത് സംഘത്തിൻ്റെ വിശ്വസമ്പാദക കേന്ദ്രം, അത് ഈ വിവാദം ഈ ഗംഗാധർ ബാഗുൽജി ഇത് പുറത്ത് പറഞ്ഞത് വലിയ വിവാദമായപ്പം
അവരത് കേസരി പത്രത്തിൻ്റെ ആർക്കൈവിൽ തപ്പിയെടുത്തിട്ട് പുറത്തുവിടും. അത് ടെലിഗ്രാഫും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ആ കാലത്ത് ഈ തൊട്ടടുത്ത് എനിക്ക് 21-22 അന്നത്തെ പത്രക്കട്ടിങ് ഉൾപ്പെടെ ഒരു പുറത്തു വിട്ടു. ആ കാലത്ത് തന്നെ നമ്മൾ അൺകൺഫേംഡ് ആണ്, അംബേദ്കറുടെ ജനതയിലും അത് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും കേസരിയുടെയാണ് അവർ പുറത്തുവിട്ടത് എനിക്കറിയുന്നത്. അതിലും അവർ പുറത്തുവിട്ടിരുന്നു 40. അപ്പോൾ എത്രയായി? 35, 36, 37, 38 അറിയില്ല, 39, 40, 5 സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ 3 സന്ദർഭങ്ങളിൽ ഡോക്ടർ ജി അതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അത്രയും സന്ദർശനങ്ങൾ. ഇനി അവിടെ നിൽക്കട്ടെ, സന്ദർശനങ്ങൾ അവിടെ കൊണ്ട്, പ്രത്യക്ഷ സന്ദർശനങ്ങൾ അവിടെ കൊണ്ട് കഴിഞ്ഞാൽ സമ്പർക്കങ്ങൾ വലിയ കഥകൾ ഠേങ്ക്ഡിജി പറഞ്ഞത്. ഠേങ്ക്ഡിജിയുടെ പുസ്തകം ഗൗരവമായത്, അത് വലിയ പുസ്തകമാണ് ഠേങ്ക്ഡിജിയുടെ. അദ്ദേഹം 52 കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തോൽപ്പിച്ച കാലം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും കൊണ്ട് അദ്ദേഹത്തെ 52 ഒന്നാം ഇലക്ഷൻ തോൽപ്പിച്ചു. 54 രണ്ടാമത്തെ ഇലക്ഷനും അദ്ദേഹത്തെ തോൽപ്പിച്ചു. ബൈ ഇലക്ഷൻ വന്നപ്പോൾ അതിലും അദ്ദേഹത്തെ തോൽപ്പിച്ചു. നെഹ്റുവും ഡാങ്കയും കൂടെ ചേർന്ന് ആ ചരിത്രവും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്കിലിടാം. ആ കാലയളവിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഈ കുട്ടിയാണ് ഈ ഠേങ്ക്ഡിജി എന്ന കുട്ടിയാണ്. അദ്ദേഹം അതുപോലെ നിത്യസന്ദർശന 52 ഞാൻ മനസ്സിലാക്കുന്നത് ശരി അനൗദ്യോഗികമായിട്ട്, നിങ്ങൾക്ക് വലിയ രേഖകളൊന്നും തപ്പിയാൽ കിട്ടില്ല. ഠേങ്ക്ഡിജി ഞാൻ പറഞ്ഞില്ല, ലോകത്ത് അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഠേങ്ക്ഡിജിയെ. 52 ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ, അദ്ദേഹത്തിൻ്റെ അംബേദ്കർ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷനും ജനസംഘവും ഭാരതീയ ജനസംഘവും അനൗദ്യോഗികമായ ഒരു ധാരണ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഠേങ്ക്ഡിജി ഉണ്ടായിരുന്നു. ബാലപ്രചാരകനായ ഠേങ്ക്ഡിജി ഉണ്ടായിരുന്നു. മധ്യഭാരതത്തിലാണ് അത് പ്രവർത്തിച്ചിരുന്നത്. ഒപ്പം തന്നെ ആ കാലത്ത് ഈ ഡബിൾ മെമ്പർമാർ, ഇരട്ട ആൾക്കാരെയാണ് അങ്ങനെയാണ് അന്നത്തെ മത്സരം. ആ പ്രദേശങ്ങളിൽ, അന്നത്തെ ചില പ്രദേശങ്ങളിൽ അങ്ങനെ, അന്ന് സെൻട്രൽ പ്രൊവിൻസിലും, ഞാൻ സെൻട്രൽ പ്രൊവിൻസിലെ കാര്യം പറഞ്ഞത്, അതിൽ സെൻട്രൽ പ്രൊവിൻസിലും സെൻട്രൽ പ്രൊവിൻസിൻ്റെ കുറേ ഭാഗങ്ങൾ അപ്പുറത്ത് മധ്യഭാരതം എന്ന് പറഞ്ഞ് വേറെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സംവിധാനമുണ്ട്. ഇതിൽ ഈ രണ്ട് പ്രദേശത്താണ് ഇദ്ദേഹത്തിന് ബലമുണ്ട്. ഈ 2 പ്രദേശത്ത് ഈ സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഡബിൾ മെമ്പറിൽ ഒരാൾ ദളിതനും ഒരാൾ ദളിതനല്ലാതെ ആകണം. അപ്പം അതിൽ ആരെ വെക്കും എന്നുള്ള ചർച്ച. അപ്പോൾ അദ്ദേഹത്തിന് ഫെഡറേഷൻ പറഞ്ഞു നമുക്ക് ആരും വേണ്ട, ആരും ഇല്ലെങ്കിൽ വേണ്ട, നമുക്കത് അസാധുവാക്കാം. അദ്ദേഹം അംബേദ്കർ എതിർത്ത് വേണ്ട, ഞാൻ നിയമനിർമ്മാണം നടത്തിയ ആളാണ്, ഭരണഘടനാ നിർമ്മാണമാണ്, എനിക്ക് ഞാൻ അനുവദിക്കില്ല, നമുക്കൊരാളെ വേണം, ഠേങ്ക്ഡിജിയോട് ചോദിക്കാം. ഠേങ്ക്ഡിജിയോട് ചോദിച്ചു, ഇത് ഠേങ്ക്ഡിജി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഠേങ്ക്ഡിജിയോട് ചോദിച്ചു അങ്ങ് നിൽക്കുക, അത് അംബേദ്കർക്കൊപ്പം നിൽക്കാൻ, അത് കുട്ടിയാണ്. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞു എനിക്കത് അത് അത്ര ഭവ്യതയോടെ അങ്ങനെ പറയുന്നതിനെ എനിക്ക് നിരാകരിക്കാനും വയ്യ, എനിക്കത് കാര്യകാരണ സഹിതം അങ്ങ് പറയുമ്പോൾ നിരാകരിക്കും. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് വോട്ട് നിൽക്കാൻ ആഗ്രഹം ഉണ്ടായില്ല. അംബേദ്കറെ എതിർക്കാനുള്ള ബുദ്ധിയും അങ്ങനെ ഒരാളായിരുന്നു, വലിയൊരാൾ, അദൃശ്യനായ ഒരാളല്ലേ. അദ്ദേഹം പോയി ഗുരുജിയോട് ചോദിക്കുന്നു. ഗുരുജി പറഞ്ഞു അത് വേണ്ട, ഗുരുജിക്ക് അറിയാം ഠേങ്ക്ഡിജിക്ക് നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷെ ചോദിച്ചേ പറ്റും. ഒരു സംഘടന തമ്മിലുള്ള ചർച്ചയും കൂടെ അല്ല. നമ്മൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ചെന്ന് അദ്ദേഹത്തിന് തോന്നാം. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കും, നമ്മൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും, നമ്മൾ അടുത്തൊട്ടി പ്രവർത്തിക്കും. ഇന്നത്തെ പോലെ സംഘം അടുത്തൊട്ടി പ്രവർത്തിച്ചു. ഇത് 54 ഭണ്ഡാര ഇലക്ഷനാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം അതിലും തോറ്റു. ഈ ഒരു കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിൽ, അതായത് ദളിത് SCFലെ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സമാന്തരം ഈ ഒപ്പമുള്ള ദളിത് ഫാക്ഷൻസും അദ്ദേഹത്തിനെതിരെ നിന്നു. അദ്ദേഹം തോറ്റുപോയി. പക്ഷെ അദ്ദേഹത്തിന് അന്നൊരു കാര്യം മനസ്സിലായി, ഇത് അദ്ദേഹത്തിന് വോട്ട് ട്രാൻസ്ഫർ സംഘത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ദളിതരല്ലാത്ത സമൂഹവും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്നു. അത് അദ്ദേഹത്തിന് വലിയ തരത്തിൽ ചിന്തയ്ക്ക് വഴിവെച്ചു. അതായത് ഞാൻ ദളിത് ഫെഡറേഷൻസ്, അത് ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ ഇനിയും കൊണ്ടു നടക്കണം, ഞാൻ ഠേങ്ക്ഡിജി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ പുസ്തകം ഒന്നും മലയാളത്തിൽ കുറച്ച് പേരുടെ ഇരിപ്പാണ്, ആരും ഒന്നും പുറത്തു പറയില്ല. അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അവസാനിച്ചിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കാൻ ഉൾപ്പെടെ ഈ സംഘത്തിൻ്റെ ഈ പ്രവർത്തനം പ്രേരണയായെന്ന് മഹാനായ ഠേങ്ക്ഡിജി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ലേബർ യൂണിയൻ ഉണ്ടാക്കിയാൾ, അഖില ഭാരതീയ ഗ്രാഹക് പഞ്ചായത്ത് ഉണ്ടാക്കിയാൾ, ഭാരതീയ വിചാരകേന്ദ്ര സൃഷ്ടിയിലെ മുഖ്യ പ്രേരകനായി നിന്ന്, അങ്ങനെ വിവിധങ്ങളായ പലതും ഉണ്ടാക്കിയാൾ, ചെറിയ ആളല്ല. ഇന്നും BMSന് വലിയ സമരം ലേബർ കോഡിനെ വെച്ചിട്ട് BJP ദേശീയ പാർട്ടി എതിർക്കാൻ പാകത്തിനുള്ള ഊരുബലം കൊടുത്താൾ, അങ്ങനെയും കൂടെ പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അംബേദ്കർ ഒരു ട്രാൻസിഷൻ, ചിന്തയുടെ ഒരു പരിവർത്തനം അങ്ങനെ ഉണ്ടാക്കുന്നതിൽ പോലും സംഘത്തിൻ്റെ ഈ നിഷ്കാമമായ ജാത്യതീത പ്രവർത്തനം, അതിലൂടെ സവർണർ എന്ന് പറയുന്നവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് മാറുന്നതിന് ഒരു വലിയ ഘടകമായിട്ട് ഈ ഇലക്ഷനെ പറ്റി അദ്ദേഹം കുട്ടിയാണ്, അദ്ദേഹത്തെ കുട്ടിയായിട്ട് കാണുന്ന, അദ്ദേഹത്തെ ചെറുപ്പത്തിലാണ് അദ്ദേഹത്തിനെ കുട്ടിയായിട്ട് കാണുന്ന അംബേദ്കർ പറ്റി അദ്ദേഹം അത് പറയുന്നു. ഒപ്പം തന്നെ അടുത്തും കൂടെ ഠേങ്ക്ഡിജി വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. അംബേദ്കർ
ഇവർ ഠേങ്ഡിജി മൊറവാൻ പിംഗ്ലെ എന്ന പേര് പറയാതിരിക്കാൻ പറ്റില്ല. മൊറവാൻ പിംഗ്ലേജി എന്ന് പറഞ്ഞ ആളില്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദു റിസർജൻസ് ഇതൊരു പാരമ്പര്യമാണ്, തുടർച്ചയാണ്. പക്ഷേ ഇന്ന് നീ നമ്മൾ ഈ ഒരു കുറഞ്ഞ വർഷം നിങ്ങൾ ഈ പടമെങ്കിലും കണ്ടിട്ട് പോകാം, എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. മൊറവാൻ പിംഗ്ലേജിയിൽ ഇന്നത്തെ രാമക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ഭാവനയാണ്. ഇന്നത്തെ ഹിന്ദു വിശ്വഹിന്ദു പരിഷത്ത് സ്ഥാപിച്ച ഹിന്ദു റിസർജൻസ്, ഇന്നത്തെ സാധനത്തിൻ്റെ മുഴുവൻ ഗുരുജി അദ്ദേഹത്തെ ഏൽപ്പിച്ചതിൽ നിന്നുണ്ടാകുന്നതാണ്. അത് വലിയ കാര്യമാണ്. അത് വേറൊരു മൊറവാൻ പിംഗ്ലേജിയെ പറ്റി വേറെ എപ്പോഴും എന്തെങ്കിലും പറയേണ്ടതാണ്. ഇദ്ദേഹമൊക്കെ പല സമയത്ത് ഇവർ ഒരുമിച്ച് സന്ദർശിച്ചിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് പ്രവർത്തിക്കുന്നില്ല. ഇവർ രണ്ടുപേരും 2 സന്ദർഭങ്ങളിലെങ്കിലും ഈ മതപരിവർത്തനത്തിന് മുമ്പ് അദ്ദേഹത്തെ ഒരുമിച്ചും കണ്ടിട്ടുണ്ട്, അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഠേങ്ഡിജി പറഞ്ഞ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്നത്, ഞങ്ങൾ മതപരിവർത്തനം തീരുമാനിക്കുന്നു, 56-ൽ മതം മാറാൻ തീരുമാനിച്ചിരിക്കുന്നു, അനൗൺസ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം. അദ്ദേഹം അംബേദ്കറുടെ വീട്ടിലെത്തി ചോദിക്കുകയാണ്. അംബേദ്കറുടെ വീട്ടിൽ അദ്ദേഹത്തിന് മുമ്പിൽ കയറി എപ്പോഴും സ്വാതന്ത്ര്യമുള്ള ആളെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, അങ്ങ് കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ പ്രവർത്തനം, അങ്ങക്ക് കാത്തിരുന്നു കൂടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങ് ഇത്രയും പേരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകണോ? അപ്പോൾ അംബേദ്കർ പറയുന്ന മറുപടി ചരിത്രപരമാണ്. അംബേദ്കർ അദ്ദേഹത്തോട് ചോദിക്കും, നീ എന്നോട് കൃത്യമായ മറുപടി പറയണം, നീ ഈ പ്രസ്ഥാനം എന്നുണ്ടായി? അദ്ദേഹം മറുപടി പറഞ്ഞ് 925. ഇപ്പോൾ എത്ര വർഷമായി? 25-28 വർഷങ്ങളായി. എത്ര ലക്ഷം പേര് നിങ്ങൾ 30 അടുത്ത വർഷങ്ങളായി, എത്ര ലക്ഷം പേര് ഇതിനോടകം സംഘപ്രസ്ഥാനത്തിലുണ്ട്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ അത്ര എനിക്കത് കൃത്യമായി നോക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീ പത്രക്കാരോട് പറയുന്നത് ഡിപ്ലോമാറ്റിക്കായിട്ട് പറയായിരിക്കും, ഒരു PC ടൈപ്പ് വർത്തമാനം പറയില്ല, നീ നേർക്കുനേരെ പറയൂ. അദ്ദേഹം പറഞ്ഞു 27-28 ലക്ഷം പേരെന്ന് എൻ്റെ ധാരണ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 28-30 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പേര് ഉണ്ടാക്കാം. ഞാൻ നിങ്ങളുടെ വളർച്ചയെ കണ്ടുകൊണ്ടിരുന്ന ആളാണ്, എനിക്ക് പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നല്ല. നിങ്ങൾ ഇങ്ങനെ വളർന്നാൽ എത്ര കാലം? എൻ്റെ കാലം കഴിയാറായി, എനിക്ക് വയ്യ. ഈ ജനത മുഴുവൻ എന്നെ നോക്കിയാണ് ജീവിക്കുന്നത്, എനിക്ക് അവരെ എവിടെയെങ്കിലും ഒരു കര പറ്റിക്കണം. ഞാൻ മറ്റൊന്നിലേക്കും പോയില്ല, അതിൽ ഡീനാഷണലൈസേഷൻ സംഭവിക്കും. ഡീനാഷണലൈസേഷൻ, ഞാൻ ഇസ്ലാമിലേക്കും മുസ്ലിമിലേക്കും പോകുന്നില്ല, ഞാൻ ഇതിലേക്കാണ് പോകുന്നത്. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തവള എത്രയായാലും RSSനെ പറ്റി പറയുന്നത്, പിന്നീട് ചരിത്രം തിരുത്തിയതിന് തവള എത്ര വലുതായാലും അത് കാളയോളം എത്തില്ല എന്ന് പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഒരു മേഠക്കും ബൈലും എന്നുണ്ട് ഒരു സാധനം, മേഠക് തവളയും. അപ്പം നിങ്ങൾ എത്ര വളർന്നാലും നീ പറയാൻ ശ്രമിക്കുന്നത് ഇത് എക്സ്പോണൻഷ്യലായിട്ട് വളരും അംബേദ്കർജി, ഇതുവരെയാണ് ഒരു വളർച്ച, ഇതിന് ശേഷം എക്സ്പോണൻഷ്യലാണ്, ഇതാണ് നീ പറയാൻ വരുന്നത്. പക്ഷേ ഞാനത് കരുതുന്നില്ല, ഇതിന് അത്രയും നാളെ എനിക്ക് കാത്തിരിക്കാനും, അതുകൊണ്ട് കാത്തിരിക്കാമെന്നാണ് നീ പറയാൻ വരുന്നത്. പക്ഷേ എനിക്ക് വയ്യാതാവുന്നു, ഞാൻ അവസാനിക്കുകയാണ്. അത് തൊട്ടടുത്ത് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം അറിയാലോ, അദ്ദേഹം വളരെ അടുത്ത് മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മാറുകയാണ്. ഇതേ കാലത്ത് തന്നെ മൊറവാൻ പിംഗ്ലേജിയും കാണുന്നുണ്ട്. മൊറവാൻ പിംഗ്ലേജി അദ്ദേഹത്തോട് ഇത് തന്നെ പറയും, ഞാൻ നിങ്ങളുടെ വളരെ സാഹൂതം കഴിഞ്ഞ് 25 വർഷമായിട്ട് ഞാൻ പഠിക്കുന്ന ആളാണ്, നിങ്ങൾ ഇത്ര വളർന്നാൽ പോരായിരുന്നു, എങ്കിൽ ഞാൻ കാത്തു നിൽക്കുമായിരുന്നുള്ള ധ്വനിയിലാണ്. ഇനി ഇത് കഴിഞ്ഞ് അദ്ദേഹം മതം മാറി കഴിഞ്ഞാൽ അദ്ദേഹം ഹിന്ദു സംഘടനത്തിന് എന്നാൽ കഴിയുന്ന എന്തും ചെയ്യാൻ അദ്ദേഹം പറയുന്നുണ്ട്. അത് ശേഷറാം മോറയെ പോലുള്ള ദളിത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആഭ്യന്തര സൗഹൃദ സംഭാഷണങ്ങളും അല്ലാതെ വരുന്നവരോടും ഒക്കെ ഞാനതിന് തയ്യാറാണ്. അദ്ദേഹം അന്നത്തെ പ്രസംഗത്തിന് ശേഷം പറഞ്ഞില്ല, 56-ൽ നാഗ്പൂരിൽ ബൗദ്ധധർമ്മത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഞാൻ എന്തും ചെയ്തു തരാം. അപ്പം അതും ആ എപ്പിസോഡ് ഠേങ്ഡിജി എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ നമ്മൾ കാണുക. ഞാൻ മൊറവാൻ പിംഗ്ലേജിയുടെ പറഞ്ഞു, ഠേങ്ഡിജിയുടെ പറഞ്ഞു, അതിലൊക്കെ ഒത്തിരി കഥകളുണ്ട്. ഞാൻ പറഞ്ഞു ഇതിലൊക്കെ ധാരാളം ഇത്തരം സമ്പർക്കങ്ങളുടെ വലിയ കഥകളുണ്ട്. അപ്പോൾ അദ്ദേഹം നിങ്ങൾ വളർന്നിരുന്നുവെങ്കിൽ ഞാൻ ഇതില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പെർട്ടിനൻ്റ് ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പം ഈ സമൂഹം എന്നെ പ്രതി ജീവിക്കുന്നവരാ. അടുത്തത്, ഞാൻ കമ്മ്യൂണിസ്റ്റുകളെ ഭയപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും, മലയാളത്തിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ കമ്മ്യൂണിസ്റ്റുകളെ ഭയപ്പെടുന്നു. എനിക്കും എൻ്റെ ദളിത് സമൂഹത്തിൻ്റെ ഇടയ്ക്കത്തേക്ക് അവർ കയറാത്തത് ഞാനൊരു വൻമതിലാണ് നിൽക്കുന്നുകൊണ്ടാണ്. ഞാനില്ലാതായാലും അവരിലേക്ക് അത് കയറും. അതിൻ്റെ ഇരകളാക്കപ്പെടാൻ അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം അത് 2-3 രീതിയിൽ പറയുന്നത്. അതിൻ്റെ ഇരകളാക്കപ്പെടാൻ അവരെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് കാനൻ ഫോഡറാകാൻ അങ്ങനെയും പറയുന്നുണ്ട്. അവർക്ക് ഭക്ഷ്യത്തിന് ഇരകളാക്കാനും കാനൻ ഫോഡറാക്കാനും ഞാൻ അദ്ദേഹം അരേ വാചകത്തിൽ അത് രണ്ടും ചേർത്താണ് പറയുന്നത്. അവരുടെ പീരങ്കിയിലെ ഉണ്ടകളായി, അതേ വൃഥ ഉണ്ടകൾ മാത്രം, മനസ്സിലായല്ലോ, ഇവിടെ പൊട്ടി തീരാൻ. പിൽക്കാലത്ത് മുൻ അവരതാണല്ലോ ചെയ്തത്. ഞാൻ അതിന് വിട്ടുകൊടുക്കില്ല അവരെ. ആ അടുത്ത വാചകം പറയുന്നത്, എങ്ങനെ ഞാൻ എങ്ങനെ ദളിതരുടെയും കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയ്ക്ക് വൻമതിലായി നിൽക്കുന്നത്, അതേപോലെ തന്നെ ജാതി, ഇത് ചിലപ്പോൾ നമുക്ക് ഞാനിതും കൂടെ പറയാം, അംബേദ്കർ പറയുമ്പോൾ അതുകൂടെ പറയും. ജാതി സമൂഹത്തിൻ്റെ ജാതി ഹിന്ദുക്കൾക്കിടയ്ക്ക് എങ്ങനെ ഗുരുജി സദാശിവ ഗോൾവൽക്കർ നിൽക്കുന്നുവോ, അന്ന് ഗുരുജി എന്നല്ല ഞാൻ പറഞ്ഞ സദാശിവറാവ് ഗോൾവൽക്കർ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകളുടെയും ജാതി ഹിന്ദുക്കൾക്കിടയിൽ നിൽക്കുന്നുവോ അതിലേക്ക് പ്രവേശിക്കാൻ അത് തടയിട്ടുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിട്ടുപോയാൽ കമ്മ്യൂണിസ്റ്റുകൾ ഇടിച്ചു കയറും, എനിക്കത് ഓർക്കാൻ വയ്യ, ഞാൻ അതുകൊണ്ട് ബുദ്ധമതി കൊണ്ട് കെട്ടുകയാണ്, സമർപ്പിക്കുകയാണ്. ഞാൻ പക്ഷേ മുസ്ലിമിലും ഇസ്ലാമിലേക്ക് പോകുന്നില്ല, അതിൽ ഡീനാഷണലൈസേഷൻ ആവും. അതാണ് അംബേദ്കർ പറഞ്ഞത്. അതുകൂടെ പറഞ്ഞു ഞാൻ നിർത്തുകയാണ്.
അത്രയ്ക്ക് ആഴമുള്ളതായിരുന്നു അദ്ദേഹത്തിന്. ഇത് പറയാം, അദ്ദേഹത്തിന് അഫിനിറ്റിയെ പറ്റി പറഞ്ഞ ടെലിഗ്രാഫിൻ്റെ ഒരു സാധനം ഞാൻ താഴെയിട്ടേക്കാം. ഈ കരാടിൽ 40 ചെല്ലുന്ന കേസരി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അത് കൃത്യമായിട്ട് വിശ്വസംവാദത്തിന് പുറത്ത് വിട്ടതിൻ്റെ അത് കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം എനിക്കിതിനോടുള്ള അഫിനിറ്റി, അത് അഭിപ്രായ വ്യത്യാസങ്ങളോട് RSSനോട് എനിക്കുള്ള അഫിനിറ്റി ഞാൻ രേഖപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നത്, എനിക്കുള്ള ബന്ധം, സഹാനുഭൂതി, ഇതാണ് മലയാളിലെ ഒരു അസ്പൃശ്യതയുടെയും കാര്യമില്ല. അങ്ങനെയൊന്നും ആയിരുന്നില്ല, അങ്ങനെയൊന്നും പ്രവർത്തിക്കേണ്ടതല്ല സംഘപ്രസ്ഥാനങ്ങൾ. ഇത് സംഘപ്രസ്ഥാനങ്ങൾ പറയില്ല, അതവരുടെ മിടുക്കാവാം, അതവരുടെ, എന്നെ സംബന്ധിച്ച് അത് ആവശ്യം പറയേണ്ടത് ആവശ്യം പറയണമെന്ന് കരുതുന്നുള്ള ഞാൻ, അത് എന്നെപ്പോലുള്ള ചെറിയ ആൾക്കാർ പറയുന്നതുകൊണ്ട് എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഇത്തരം ക്രിയാകലാപങ്ങൾ എത്ര കാലം നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും? ഇത്തരം ഇല്ലായ്മകൾ എന്താണ് ഇവർ തമ്മിൽ കണ്ടു ഇവർ അങ്ങോട്ട് വന്നു കണ്ടു, എന്താ സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ ചരിത്രത്തിൽ നടന്നു, ഇതിലും വലിയ ആൾക്കാർ കണ്ടിരിക്കുന്നു. അപ്പോൾ സന്തോഷം, നമസ്കാരം, ദീർഘമാണ്. ആരെങ്കിലും അവസാനം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം. ഇംപ്രോംപ്റ്റുമായിട്ട് പറയുന്ന, സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയുന്നതാണ്. ഇതിലും കൂടുതലാവും ഇത് ശരിക്കും പറയേണ്ടത് ഉണ്ട്, ഇതിലും കൂടുതലുണ്ട് ശരിക്കും പറയാൻ. പക്ഷേ ഞാൻ ചുരുക്കുകയാണ്. ഇത് ചുരുക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാം. എങ്കിലും സന്തോഷം, നന്ദി.